വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു വീടിൻ്റെ റിക്വയർമെൻറ്റുമായിട്ടാണ് റായ്സൺ ജോസഫ് സാറ് ഞങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഇനീഷ്യൽ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ടിപ്പിക്കലി കേരളത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ഒരു ഡിസൈനേ അല്ല. അദ്ദേഹം നോക്കുന്നത് എൻറ്റയർലി പ്യുവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിക്ടോറിയൻ സ്റ്റൈലിലുള്ള വീട് തന്നെയല്ല. അതിൻ്റെ ഒരു പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐലൻഡ് കിച്ചൺ മുതലായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ഥലം പോയി കാണുന്ന ഒരു സമയത്ത് ഇതൊരു 18 സെന്റ് സ്ഥലമാണ്. ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഈ പ്ലോട്ടിന്റെ തൊട്ട് പുറകിൽ ഇതിന് വേറൊരു വീടുണ്ട്. എന്നാൽ അത്രയ്ക്ക് വലിയ അസൗകര്യങ്ങളൊന്നും പരിസര പ്രദേശങ്ങളൊന്നും ഇല്ലാത്ത കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്ലോട്ട് പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത് മാക്സിമം പിന്നിലേക്ക് വലിച്ചു വേണം ഈ വീടിന്റെ ഒരു പൊസിഷനിങ് കൊടുക്കാൻ എന്നുള്ളത്. കാരണം അത്യാവശ്യം മിറ്റമുള്ളത് നമുക്ക് മുമ്പിൽ കിട്ടണം. കാരണം ലാൻഡ് ഏരിയ വളരെ കുറവാണ്. തന്നെയല്ല അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് പ്രകാരം ഏകദേശം 4000 സ്ക്വയർ ഫീറ്റിനോളം വീട് വരികയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെയാണ് 2 നില എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയതും ആ ഒരു രീതിയിൽ ഈ പ്ലോട്ടിൽ പ്ലാൻ ചെയ്യാനായിട്ട് ഇടവന്നത്. വിക്ടോറിയൻ സ്റ്റൈലിലേക്ക് നമുക്ക് ഈ വീടിനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രൈമായിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയുള്ളത് ഇതിന്റെ പില്ലേഴ്സ് ആണ്. അതായത് റൗണ്ട് ഷേപ്പിൽ അടുത്തടുത്ത് വരുന്ന റോമൻ ആർക്കിടെക്ചറിന്റെ ഒക്കെ ഇതിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു പില്ലർ ഡിസൈൻ ഇതിന്റെ വരാന്തയ്ക്ക് മുമ്പിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു പക്ഷേ ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്. തന്നെയല്ല ഇതിന്റെ ഗേബിൾസിന്റെ ഡിസൈൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്ന വിൻഡോയുടെ ഷേപ്പ് ആണെങ്കിലും ഈവൻ അതിന്റെ ഡിസൈൻ വർക്കുകൾ, പില്ലേഴ്സിന്റെ ഡിസൈൻ വർക്കുകളും ഒക്കെ ഈ ഒരു വിക്ടോറിയൻ സ്റ്റൈലിലേക്ക് ഈ വീടിന്റെ ഡിസൈനെ അടുപ്പിക്കാനായിട്ട് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. തന്നെയല്ല ഇതിന്റെ കളർ കോമ്പിനേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു വൈറ്റ് ഗ്രേ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഈ വീടിന് കൊടുക്കുന്ന ഒരു ഫീല്, ലുക്കയിൽ കൊടുക്കുന്ന ആ ഒരു എലഗൻസ് വളരെ വലുതാണ്. ഇത് സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പൊ തന്നെയല്ല ഇതിന്റെ മുൻപിലുള്ള റോഡ് എന്ന് പറയുന്ന അത്യാവശ്യം ഒത്തിരി വാഹനങ്ങളൊക്കെ പോകുന്ന റഷ് ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പൊ ആ റോഡിൽ നിന്ന് ഈ വീടിന് മാക്സിമം പ്രൈവസി വേണമെന്നുണ്ടായിരുന്നു ഇതിന്റെ പ്രൈവറ്റ് സ്പേസുകൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലാണ് അത്യാവശ്യം ഒരു പ്രൈവറ്റ് ആയിട്ടൊരു മിറ്റം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് കൂടുതൽ പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു എക്സ്റ്റീരിയർ വാളൊക്കെ ഇത്തിരി ഹൈറ്റ് കൂട്ടിയൊക്കെ ചെയ്ത് ആ സ്ഥലത്തിന് ഇത്തിരി ലോൺ ഏരിയയും പെയിന്റ്സും ഒക്കെ കൊടുത്ത് ഇതിന്റെ ഫാമിലി ലിവിങ്ങിലൊക്കെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള സ്പേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ഗാർഡനിങ് ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ പൊസിഷനിങ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഇന്റീരിയറിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ഒരു വൈറ്റ് കളർ തന്നെയാണ് ആ വീടിന് ഏറ്റവും ഒരു ഫീല് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ഈവൻ ഭിത്തിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിലധികം വലിയ ആർട്ട് വർക്കുകളോ കളേഴ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് വീൻസ് കോട്ടിങ്ങും കുറച്ച് വാൾപേപ്പേഴ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. തന്നെയല്ല അതിന്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഈ വൈറ്റിന് ഫർണിച്ചറുകളിലാണ് ചില കളറുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ മിനിമൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സിൽ ആ ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ലിവിംഗ് റൂം എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ ഈ വീടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഈ വീടിന്റെ ഡൈനിങ്, ഫാമിലി ലിവിങ്, അതുപോലെ തന്നെ കിച്ചൺ, അത് ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്പൺ കിച്ചൺ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ വീടുകളിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ല ഈ ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഒരു ഐലൻഡ് കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നത്. തന്നെയല്ല ഈവൻ അതിന്റെ ഡൈനിങ്ങും കിച്ചണും തമ്മിലുള്ള ഒരു വേർതിരിവ് എവിടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതെല്ലാം ഒരൊറ്റ മുറിയിൽ അറേഞ്ച് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലില് വളരെ ഓപ്പൺ ആയിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ വീട്ടില് 2 ബെഡ്റൂം താഴത്തെ നിലയിലുണ്ട്. അതുപോലെ തന്നെ മേളത്തെ നിലയിലാണ് 2 ബെഡ്റൂമുകളുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൗത്തിലേക്കും ഈസ്റ്റിലേക്കും ഞങ്ങൾക്ക് വിൻഡോസ് പൊസിഷൻ ചെയ്യാൻ പറ്റി. ധാരാളം കാറ്റും വെളിച്ചവും ഒക്കെ അതുകൊണ്ട് തന്നെ ആ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് അത് സഹായകരമാകുന്നുണ്ട്. ഈ വീടിന്റെ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ടിപ്പിക്കലി നമ്മൾ കാണുന്ന ഒരു ഷേപ്പിലല്ല ഈ വീടിന്റെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. അതിന് 3 ലാൻഡിങ് ഉണ്ട് ഇത് 2ാം നിലയിൽ എത്തുന്നതിന് മുമ്പ്. അപ്പൊ അത് ഓരോ ലാൻഡിങ്ങിൽ എത്തുമ്പോഴത്തേക്ക് 90 ഡിഗ്രി തിരിഞ്ഞ് നമുക്കത് ട്രയാങ്കുലർ ഷേപ്പ് ആണോ അതെയോ അത് സ്ക്വയർ ആണോ എന്ന് സംശയം തോന്നത്തക്ക
രീതിയിലുള്ള ആ വീടിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് ആ സ്റ്റെയർ കേസിനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിന്റെ ഫോമൽ ലിവിംഗിൽ നിന്ന് നോക്കിയാൽ അതുപോലെ തന്നെ ഫാമിലി സ്പേസുകളിൽ നിന്നൊക്കെ നോക്കിയാലും നോട്ടം കിട്ടത്തക്ക രീതിയിൽ സത്യം പറഞ്ഞ ഒരു ചെറിയ ആർട്ട് വർക്ക് പോലെയാണ് ആ സ്റ്റെയർ കേസിന്. ഈവൻ അതിന് കൊടുത്തിരിക്കുന്നതിന്റെ ഫിനിഷ് ആണെങ്കിലും ഒരു കോൺക്രീറ്റിൽ ചെയ്തതിന് ശേഷം വുഡൻ പ്ലാങ്കുകളും ഈവൻ അതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്റ്റെയർ കേസിന്റെ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. തന്നെയല്ല അതിന്റെ സ്റ്റെയർ കേസ് കയറുമ്പോൾ തേർഡ് ലാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബാൽക്കണി സ്പേസ് ആയിട്ട് അതിന്റെ ഫോമൽ ലിവിംഗിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ ഈ വീടിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ എലമെന്റ് ആണ്. സ്റ്റെയർ കേസ് കയറി നമ്മൾ വരുന്നതിന്റെ രണ്ടാമത്തെ നിലയിലെ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. അത് ഫ്ലോർ സ്പേസ് നോക്കിയാൽ വളരെ കുറവാണെങ്കിൽ അത് നമുക്ക് ലാർജ് വോളിയം ഉള്ള ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതിന്റെ ഫോമൽ ലിവിങ് അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങും ഒക്കെ ഡബിൾ ഹൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന സ്പേസുകൾ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു വോളിയം നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ നിലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഏറിയ ആയിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ഇതിന്റെ രണ്ടാമത്തെ നിലയിലെ കോമൺ സ്പേസുകൾ നമുക്ക് ഫീൽ ചെയ്യും. ഈ വീടിന്റെ ഡൈനിങ്ങിനോട് ചേർന്നുള്ള ഫാമിലി ലിവിംഗിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വളരെ വലിയൊരു സ്ലൈഡ് ചെയ്ത് മാറുന്ന ഒരു UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വിൻഡോയിൽ കൂടെ നമുക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് പുറത്തിറങ്ങിയാൽ അത്യാവശ്യം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മുറ്റം നമുക്ക് ഇതിന്റെ വെസ്റ്റ് സൈഡിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ സ്പേസിനെ ഒരു ചെറിയ ബാർബിക്യൂ സ്പേസ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ആ ഒരു പ്രദേശത്തിന് ചേരുന്ന രീതിയിൽ വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു വിക്ടോറിയൻ സ്റ്റൈലിലുള്ള വീട്. അത് ഓൾമോസ്റ്റ് ഒരു 90-95% വിക്ടോറിയൻ സ്റ്റൈലിനോട് നീതി പുലർത്താൻ പറ്റി എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ വീടിന്റെ ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം.